السلام عليكم ورحمة الله وبركاته. الحمد لله الذي جعل السلام تحية أهل الإسلام ومفتاح المودة والوئام، ونشهد أن لا إله إلا الله، ونشهد أن نبينا محمد رسول الله صلى الله وسلم وبارك عليه وعلى آله وصحبه ومن والاه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. قال جل في علاه: إن المتقين في مقام أمين في جنات وعيون. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് മരണം വരെ കഴിവിൻ്റെ പരമാവധി തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്, വസിയത്ത് നൽകുകയാണ്. തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല നിർഭയത്വമുള്ള ഒരു ഇടം അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നു. അത് അരുവികളൊഴുകുന്ന സ്വർഗത്തോപ്പുകളാണ് എന്നാണ് ആമുഖമായി നമ്മൾ കേട്ട സൂറത്ത് ദുഖാനിൻ്റെ വാചകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു ആ മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ, ആ സ്വർഗത്തിൽ നമ്മൾ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിന് ഒരുപാട് ചിഹ്നങ്ങളും അടയാളങ്ങളുമുണ്ട്. ഒരു മുസ്ലിമിനെ കണ്ടാൽ ഇസ്ലാമിൻ്റെ കുറേ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും അയാളുടെ ജീവിതത്തിൽ, അയാളുടെ രൂപങ്ങളിൽ, അയാളുടെ പെരുമാറ്റങ്ങളിൽ, സംസാരങ്ങളിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ആ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും ഒക്കെ എല്ലാത്തിനെയും എടുത്തണിയേണ്ടവനാണ് ഒരു മുസ്ലിം. ആ അടയാളങ്ങളിൽ വളരെ വിശിഷ്ടമായ, ഒരുപാട് വിശാലമായ അർത്ഥതലങ്ങളും പ്രത്യേകതകളും നിറയുന്ന ഒരടയാളത്തെ സംബന്ധിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളായി അള്ളാഹു പരിചയപ്പെടുത്തിയ കാര്യങ്ങളിൽ വിശിഷ്ടമായ ഒന്ന് അത് സലാമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നത് കേവലം ഒരു വാചകം എന്നതിനപ്പുറം അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ തെളിമയെ ഓർമ്മിപ്പിക്കുന്നതാണ്. എൻ്റെ മനസ്സ് ശുദ്ധമാണ്, ഞാനൊരാളെ അസ്വസ്ഥനാക്കുന്നവനല്ല, ഞാനൊരാളെ വഞ്ചിക്കുന്നവനല്ല, ഒരാളുടെ സമാധാനക്കേടിന് കാരണം ഞാൻ ഒരിക്കലും ആവുകയില്ല. കാരണം ഞാൻ ആളുകൾക്ക് സമാധാന സന്ദേശം അറിയിക്കുന്നവനാണ്, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. അസ്സലാമു അലൈക്കും, നിന്റെ മേൽ സമാധാനമുണ്ടാവട്ടെ എന്ന് പറയുന്നവനാണല്ലോ ഒരു സത്യവിശ്വാസി. അത് എപ്പോഴും നിരന്തരം പ്രാവർത്തിക തലങ്ങളിൽ കൊണ്ടുവരികയും അതിൻ്റെ അർത്ഥതലങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു മുസ്ലിം ഏറ്റവും നല്ല വ്യതിരക്തനായ ഒരു വ്യക്തിത്വമായി മാറുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാചാലനാണ് സലാമുമായി ബന്ധപ്പെട്ടുള്ള സംസാരങ്ങളിൽ. നബിയുടെ ഹദീസുകളിൽ ഒരുപാട് ഹദീസുകൾ നിറഞ്ഞു നിൽക്കുന്നു. പലപ്പോഴും സലാം എന്നത് നമുക്കൊരു ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യവും നന്മകളും നേടിത്തരുന്ന കാരണങ്ങളിൽ ഒന്നാണ്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ധാരാളം പ്രതിഫലവും ലഭിക്കുന്നുവെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു സഹാബി കടന്നു വന്നു. ആ സഹാബി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അശ്റു ഹസനാത്ത്, അതാ 10 നന്മകൾ അയാൾക്കുണ്ട്. പിന്നെ ഒരാൾ കടന്നു വന്നു. അയാൾ വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനവും അള്ളാഹുവിൻ്റെ കാരുണ്യവും നിങ്ങളുടെ മേലുണ്ടാവട്ടെ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇശ്റൂന ഹസനാത്ത്, ഇതാ 20 നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടുവെന്നാണ്. മൂന്നാമതൊരാൾ വന്ന് പറഞ്ഞ വാക്കും നമുക്ക് സുപരിചിതമാണല്ലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറയാണ്, 30 ഹസനാത്ത്, 30 നന്മകളും കൊണ്ടാണ് ആ വിശ്വാസി അവിടെ നിന്ന് മടങ്ങുന്നതെന്നാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ ഇഹപര ജീവിതത്തിൽ സമ്മാനിക്കപ്പെടുന്നു. സ്വസ്ഥതയും ശാന്തിയും സമാധാനവും അള്ളാഹു നമുക്ക് നൽകുന്നു. അതിനോടൊപ്പം ധാരാളം പ്രതിഫലവും ഒരു വിശ്വാസിക്ക് നൽകപ്പെടുന്ന, അതിന് സ്വായത്തമാക്കാൻ കഴിയുന്ന കാരണങ്ങളിൽ ഒന്നാണ് സലാം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു സത്യവിശ്വാസി ആദ്യം കേൾക്കുന്നത് സലാം എന്ന വാക്കാണ്. റബ്ബ് എടുത്തു പറയുന്നു, തഹിയ്യത്തുഹും യൗമ യൽഖൗനഹു സലാം, അവർക്കുള്ള ഗ്രീറ്റിംഗ്സ്, അവർക്കുള്ള അഭിവാദ്യങ്ങൾ സ്വർഗ്ഗക്കാരായ ആൾക്കാർക്ക് അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ആരെ കണ്ടുമുട്ടുമ്പോൾ യൽഖൗനഹു, സൃഷ്ടിച്ച് പരിപാലിച്ച് സംവിധാനിച്ച് എല്ലാം നൽകിയ തങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ സലാമാണ് അവർക്കുള്ള അഭിവാദ്യം എന്നാണ്. സമാധാനം, ദുനിയാവിൻ്റെ ക്ഷീണം, ദുനിയാവിൻ്റെ തളർച്ച, ദുനിയാവിലെ പ്രശ്നങ്ങൾ, പരാതികളൊന്നുമില്ല, അവിടെ എത്തുമ്പോൾ ഒരു സമാധാന സന്ദേശം അള്ളാഹു നൽകുന്നുവെന്നാണ്.
അതിലൂടെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുമ്പോൾ മലക്കുകൾ നൽകുന്ന അഭിവാദ്യങ്ങളും അള്ളാഹു പരിചയപ്പെടുത്തിയത് അതാണ്. യഖൂലൂന സലാമുൻ അലൈക്കും ഉദ്ഖുലുൽ ജന്ന ഉദ്ഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അള്ളാഹു പറഞ്ഞ വാക്കോക്കി നിങ്ങൾ, അവർ സലാം പറഞ്ഞുകൊണ്ട് അവരെ സ്വീകരിക്കും, മലക്കുകൾ സ്വീകരിക്കും സലാം പറഞ്ഞുകൊണ്ട്. എന്നിട്ട് പറയാം, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ, നിങ്ങൾ ചെയ്തതിൻ്റെ നിമിത്തമായി, ചെയ്തതിൻ്റെ അനന്തരഫലങ്ങളായി. ചെയ്തത് സലാമാണ്, സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സാഹചര്യ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തലാണ്. അതുകൊണ്ട് അവർക്ക് ലഭിച്ചതാണ് തഹിയ്യത്തുഹും ഫീഹാ സലാം. സ്വർഗത്തിൽ സ്വർഗീയ അനുഭൂതികളിൽ കഴിയുന്ന ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും നല്ല വാചകങ്ങൾ അത് സലാമാണ് എന്ന് പറയുമ്പോൾ, ദുനിയാവിൽ അത് സ്വർഗക്കാരുടെ പ്രത്യേകതകളെ എടുത്തണിയുന്നത് സ്വർഗം കൊതിക്കുന്ന ഒരു വിശ്വാസിയുടെ മനസ്സിന് നൽകുന്ന സമാധാനം തെല്ലല്ല, ചില്ലറയല്ല എന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഈമാനിൻ്റെ പൂർത്തീകരണം കൂടിയാണ്. കാരണം ഈമാൻ ഇല്ലാതെ ഒരാളും സ്വർഗത്തിൽ കടക്കൂല എന്ന് റസൂല പറഞ്ഞെന്നത് സലാമുമായി തെറ്റിച്ചാണ്. റസൂല പറയാണ്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. മുഅ്മിനീങ്ങളാവാതെ നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് എത്തുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. പരസ്പരം സ്നേഹമില്ലാത്തവരായി. പരസ്പരം സ്നേഹമുണ്ടോ? അല്ലെ, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുശുമ്പില്ല, വൈരാഗ്യമില്ല, മറ്റോനെ ചവിട്ടിത്താത്തണമെന്നുള്ള വൈരാഗ്യ ബുദ്ധിയില്ല, മെന്റാലിറ്റി ഒന്നുമില്ല, ചാറ്റിയൊന്നുമില്ല. സ്നേഹത്തോടെ നിങ്ങൾ ജീവിച്ചാലേ സ്വർഗപ്രവേശമുള്ളൂ എന്നാണ് അവർ റസൂൽ അവിടെ പഠിപ്പിച്ചു കൊടുക്കാൻ. അവലാദുല്ലുക്കും അലാ ശൈ, ഒരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, അറിയിച്ചു തരട്ടെയോ? ഇദാ ഫഅൽതുമൂഹു, ആ കാര്യം നിങ്ങൾ ചെയ്താൽ തഹാബബതും, പിന്നെ അവിടെ കുശുമ്പില്ല, അവിടെ അസൂയയില്ല, അവിടെ ഒരു തൊട്ട് തീണ്ടായ്മയില്ല, ഒരു വെറുപ്പില്ല, സ്നേഹം മാത്രം. അത് ചെയ്താൽ സഹാബത്ത് ഉടനെ ചാടി എണ്ണി ചോദിക്കും, റസൂലെ ഏതാ കാര്യം? റസൂലുള്ള പറഞ്ഞു, അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുക. അല്ലെ, ഒരു വെറുപ്പും വേണ്ട, അത് പറയാ, തുറന്ന മനസ്സോടെ സലാം പറയാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവനിൽ നിന്നുള്ള ഐശ്വര്യവും സമാധാനവും നിങ്ങളെ മേലുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ഹൃദയങ്ങൾ വിശാലമാവാൻ, അതിലെ കറയും അതിലെ ഞെരുക്കവും അതിലെ ഇടുക്കവുമൊക്കെ അങ്ങ് മാറി എത്ര ഹൃദയ വിശാലതയിലാണ് അയാൾ കടിഞ്ഞു പോവുക എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിൻ്റെ അടയാളങ്ങളായി, അതിനുള്ള കാരണങ്ങളായി നമ്മളെ പരിചയപ്പെടുത്തി. അപ്പം ചില ആൾക്കാർക്കൊക്കെ പലപ്പോഴും സലാം പറയാൻ മടി. റൂമ് കണ്ട് കയറുമ്പോൾ തന്നെ സലാം പറയുമ്പോൾ മറ്റൊരാൾക്ക് ഡിസ്റ്റർബൻസ് ആവുമെന്ന് പേടിച്ചിട്ട് സലാം പറയില്ല. റൂമിൽ ആൾക്കാരിങ്ങനെ കിടന്നുറങ്ങുണ്ടാവും, പക്ഷേ ഒരു സത്യവിശ്വാസി വീട്ടിലേക്ക് കയറിയാൽ സലാം പറയണമെന്നാണ്. അത് അള്ളാന്റെ കൽപ്പനയാണ്. വീടുകളിലേക്ക് കയറിയാൽ സലാം പറഞ്ഞ് കയറുക, ഇനി അവിടുന്ന് പോരുകയാണെങ്കിലും സലാം പറഞ്ഞു പോരുക. അത് ജീവിതത്തിൻ്റെ ചിട്ടയായി, അത് ജീവിതത്തിൽ ഏറ്റവും നല്ല അടയാളങ്ങളായി, ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളായി കൊണ്ട് നടക്കുക. മക്കളെയും പ്രിയപ്പെട്ടവരെയും അതിനെ പ്രാവർത്തികമാക്കാനുള്ള ഉപദേശങ്ങൾ നൽകുക. ഒരു സദസ്സിലേക്ക് വന്നാൽ സലാം പറയുക, സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണെങ്കിലും സലാം പറയുക എന്നുള്ളത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ആ ചര്യകൾ നല്ല രൂപത്തിൽ ജീവിതത്തിൽ അനുധാപനം ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ. അൽഹംദുലില്ലാഹി വഹ്ദ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇസ്ലാമിക ചിഹ്നങ്ങളിൽ ഏറെ അനുഗ്രഹപൂർണമായ ഐശ്വര്യം നിറയുന്ന ബർക്കത്തുള്ള ഒരു വാചകത്തെ സംബന്ധിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചത്. നമ്മളത് പറയുമ്പോൾ അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ സലാം ഉണ്ടാവട്ടെ. എന്നാൽ ഒരാളോടായാലും നിങ്ങളെന്ന, താങ്കളെന്ന, അല്ലെ, ഒരു ജംആയിട്ടുള്ള ഒരു സിയായാണ് ഉപയോഗിക്കുക. അസ്സലാം നിന്റെ മേൽ എന്നതിനപ്പുറത്ത് നിങ്ങളുടെ മേൽ. അതെന്തിനാ? ഒരാളോടാണെങ്കിലും അങ്ങനെ പറയണമെന്ന് റസൂലുള്ള പറഞ്ഞു. കാരണം അവിടെ ഒരു മനുഷ്യനാകുന്ന വ്യക്തി മാത്രമല്ല, ആ സലാമിനെ കേൾക്കുന്ന മലക്കുകളുടെ സാന്നിധ്യവും ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് അസ്സലാമു അലൈക്കും. ഇനി അത് മടക്കുന്ന ഒരാളും വഅലൈക്കും സലാം എന്ന് തന്നെയാണ്. അത് മലക്കുകളായാലും അത് ആ രൂപത്തിലാണ് നിങ്ങളുടെ മേൽ. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള മലക്കുകളുടെ അഭിവാദ്യങ്ങളും അതിനോടൊപ്പം ചേരുന്നുവെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമ്മളെ പഠിപ്പിച്ചു തന്നു. കാരണം അതിങ്ങനെ വിശദീകരിക്കൽ, ഇതിൻ്റെ മര്യാദകൾ പറഞ്ഞു തന്നു. ചെറിയ ആൾക്കാർ വലിയവരോട് സലാം പറയും. യുസല്ലിമു സ്വഗീറു അലൽ കബീർ,
നടന്നു പോകുന്നവൻ അൽ മാർ അല അലൽ ഖായിദ്, നടന്നു പോകുന്നവൻ ഇരിക്കുന്നവന്റെ മേൽ സലാം പറയും. ഇതൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ പരമാവധി അഫ്ഷു വ്യാപിപ്പിക്കാൻ വേണ്ടി, പ്രചരിപ്പിക്കാൻ വേണ്ടി, അതിൽ പിശുക്ക് കാണിക്കാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു തരാൻ. ഞാൻ അതാ പറഞ്ഞത്, നബിയുടെ ഹദീസുകളിൽ സലാമുമായി തിരുനബി വാചാലനാൻ സല്ലല്ലാഹു വസല്ലം അലൈഹി, അള്ളാഹുവിൻ്റെ സമാധാനം, അള്ളാഹുവിൽ നിന്നുള്ള എല്ലാവിധ അനുഗ്രഹവും തിരുനബിയുടെ മേലുണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ ആ സമാധാന സന്ദേശത്തിൻ്റെ ഏറ്റവും നല്ല മാതൃക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ അങ്ങനെ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ സലാം പറഞ്ഞാൽ അതിന് നല്ല രൂപത്തിൽ മടക്കിക്കൊണ്ട് ശബ്ദത്തിൽ തന്നെ സലാം പറയുക, ശബ്ദത്തിൽ തന്നെ സലാം മടക്കുക, അല്ലെ, നല്ല രൂപത്തിൽ പുഞ്ചിരിയോടുകൂടി ആളുകൾ അഭിമുഖീകരിക്കുക. അതൊക്കെ ഒരു വിശ്വാസിയുടെ തെളിമയാർന്ന ജീവിതത്തിൻ്റെ സ്വഭാവത്തിൻ്റെ നല്ല നന്മകളായി ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആവും, അല്ലെ, രണ്ടാൾക്കാർ കണ്ടുകിട്ടിയാൽ അയാൾ ഇങ്ങോട്ട് പറയട്ടെ എന്നിട്ട് ഞാനത് അല്ല. ഏറ്റവും അള്ളാഹുലേക്ക് അടുത്തവൻ, പടച്ച റബ്ബിൻ്റെ സാമീപ്യമുള്ളവൻ ആദ്യം സലാം പറയുന്നവനാണ്. സലാം പറഞ്ഞാൽ പിണക്കമുണ്ടോ അവിടെ ഇണക്കം വന്നു, അല്ലേ, അവിടെ വെറുപ്പുണ്ടോ സ്നേഹം കടന്നു വന്നു, അവിടെ ബന്ധങ്ങൾ ശിഥിലമാണോ ആ ബന്ധങ്ങൾക്ക് ദൃഢത വന്നു. സലാം അങ്ങനെയാണ്. ആരോടെങ്കിലും ഉണ്ടെങ്കിൽ സലാം പറഞ്ഞത് തീർക്കുക, സലാം പറഞ്ഞതിനെ പരമാവധി അതിൽ പരിഹാരം കാണുക. കാരണം അള്ളാഹുവിൻ്റെ അടുപ്പമാണോ, അള്ളാഹുവിൽ നിന്നുള്ള ഐശ്വര്യം വേണോ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം വേണോ, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം വേണോ, അള്ളാഹുവിൽ നിന്ന് ധാരാളം പ്രതിഫലം വേണോ, ഒരു പിശുക്ക് വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് നിറമനസ്സോടുകൂടി പറയുക. അള്ളാഹു അവൻ്റെ കൽപ്പനകളെ മഹത്തായി കാണുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു വിട്ട് പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഏറ്റവും നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിക്കുന്ന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹ് നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. ഈ രാജ്യത്തിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിയും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് എല്ലാവിധ സൗഖ്യവും റബ്ബേ നീ നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്തി ഇസ്സഹാ വനസ്റഹാ വസ്തിഖറാറഹാ വസ്ദിഹാറഹാ വഖൈറഹാ വറഖാഅഹാ. അല്ലാഹുമ്മ احفظ شيخ محمد بن زايد رئيس الدولة بحفظك وكن له عونا وسندا وبارك في عمره وعمله. اللهم وفقه ونوابه وولي عهده الأمين. اللهم احفظ الشيخ محمد بن راشد بحفظك. اللهم بارك في عمره وعمله. واللهم وفقه وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة بن زايد والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك. اللهم ارحم المسلمين والمسلمات والأحياء منهم والأموات. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم ولذكر الله أكبر.